നമസ്കാരം. എട്രോപിക് ഡെർമറ്റൈറ്റിസ് അഥവാ കരപ്പൻ എന്ന കണ്ടീഷനിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? എട്രോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബാരിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ സ്കിൻ ബാരിയറിനെ എങ്ങനെ നിലനിർത്തണമെന്ന് ചെയ്യുന്നതാണ് അത്യാവശ്യം. അതിൽ മുഖ്യമായതാണ് മോയ്സ്ചറൈസേഴ്സ്. ഈ മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യേണ്ടതിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദിവസത്തിൽ 2-3 തവണ മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. കുളിച്ചു കഴിഞ്ഞ് ഒരു കോട്ടൺ തുണി കൊണ്ട് ഒപ്പിയെടുത്ത ശേഷം ചെറിയ നനവോടുകൂടി ഐഡിയലി വിത്തിൻ 3 to 5 minutes മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് എത്രയും വേഗത്തിൽ, അതായത് ഒരു 10 നിമിഷത്തിനുള്ളിൽ കുളി കഴിഞ്ഞ് മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യേണ്ടതാണ്. സ്ക്രബ് ഉപയോഗിച്ച് തേച്ച് കുളിക്കുന്നതും പരമാവധി ഒഴിവാക്കുക. ഇങ്ങനെ പറയുമ്പോൾ പലർക്കുമുള്ളൊരു ഡൗട്ടാണ് സ്വിമ്മിങ് ചെയ്യാൻ പറ്റുമോ എന്നത്. അങ്ങനെയുള്ളവരോട് നമ്മൾ പറയുന്നത് സ്വിമ്മിങ്ങിന് ശേഷം സാധാ വെള്ളത്തിൽ കുളിച്ച് എത്രയും വേഗം മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യുക എന്നതാണ്. അടുത്തത് വസ്ത്രധാരണം. ഫുൾ സ്ലീവ് ലൂസ് ഫിറ്റിംഗ് കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിക്കുന്നതാണ് ഉചിതം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അലർജൻസിനോടുള്ള എക്സ്പോഷർ കുറയ്ക്കാനും ശരീരത്തിൽ നിന്നുള്ള വാട്ടർ ലോസ് കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നു. അലർജി ഉണ്ടാക്കാവുന്ന വസ്തുക്കൾ, അതായത് സോഫ്റ്റ് ടോയ്സ്, പെറ്റ്സ്, ഡസ്റ്റ്, പോളൻ ഗ്രെയിൻസ്, ഇതിൻ്റെ എല്ലാം എക്സ്പോഷർ മാക്സിമം ഒഴിവാക്കുക. എല്ലാവരുടെയും ഒരു സംശയമാണ് ഏതൊക്കെ ഫുഡ് കഴിക്കാതിരിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളവരോട് നമ്മൾ പറയുന്നത് ഇന്ന ഫുഡ് കഴിക്കരുത് എന്നല്ല, മറിച്ച് ഏതെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കുമ്പോൾ ലൈക്ക് കൗസ് മിൽക്ക്, നട്ട്സ്, സോയ, സീ ഫുഡ്, എഗ്, ഇങ്ങനത്തെ ഏതെങ്കിലും കഴിക്കുമ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മുടെ അലർജിക് സിംറ്റംസ് കൂടുതലായി തോന്നുവാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. എട്രോപിക് ഡെർമറ്റൈറ്റിസ് സ്കിൻ ബാരിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആയതിനാൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. എക്സ്ട്രീം തണുപ്പിലും ചൂട് കാലാവസ്ഥകളിലും എട്രോപിക് ഡെർമറ്റൈറ്റിസ് വേഴ്സൺ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമായി ശ്രദ്ധിക്കാൻ നോക്കേണ്ടതാണ്.